ഹലോ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പിക്കിൾ റിക്ക് എന്ന് പറഞ്ഞൊരു റൂമാണ് ടൈറ്റ് ആക്കുന്നില്ല. ഇതൊരു ഈസി റൂമാണ്. ഫസ്റ്റ് മെഷീൻ സ്റ്റാർട്ട് ചെയ്യുക. ഒരു 1 മിനിറ്റ് എടുക്കും മെഷീൻ സ്റ്റാർട്ട് ആവാൻ. ഒരു 2-3 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യുക, അതിൽ സർവീസ് എല്ലാം അപ്പാകാൻ വേണ്ടിയിട്ട്. നമ്മുടെ മെഷീൻ സ്റ്റാർട്ടായി. ഒരു IP അഡ്രസ്സ് ഫസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുന്നത് അതിൽ ഏതൊക്കെ പോർട്ട് ഓപ്പൺ ആണ്, ഏതൊക്കെ സർവീസ് വേണമെന്നാണെന്ന്. അതിന് വേണ്ടിയിട്ട് നമ്മൾ Nmap എന്ന് പറഞ്ഞ ടൂളാണ് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടി ഫസ്റ്റ് IP അഡ്രസ്സ് കോപ്പി ചെയ്യുക, ടെർമിനൽ ഓപ്പൺ ചെയ്യുക. Nmap -SVC. V എന്ന് പറയുന്നത് സർവീസിൻ്റെ വേർഷൻസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. C എന്ന് പറയുന്നത് Nmapന് ഡീഫോൾട്ട് സ്ക്രിപ്റ്റ്സ് ഉണ്ട്, അത് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണ്. then -P then IP അഡ്രസ്സ്. -P യൂസ് ചെയ്യുന്നത് 65,000 പോർട്ട്സും സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ -P then പോർട്ട് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്പെസിഫിക് പോർട്ട് മാത്രമായിട്ട് സ്കാൻ ചെയ്യാൻ പറ്റും. then എൻ്റർ കൊടുക്കുക. സോറി, ഞാൻ VPN കണക്ട് ചെയ്യാൻ മറന്നുപോയി. ഓപ്പൺ VPN ടോർച്ചിലാണ്. CD ഡൗൺലോഡ്സ് sudo openvpn./apisode. ഓക്കെ, ഇതായിരുന്നു നമുക്ക് സ്കാൻ ചെയ്യാം. -SVC -P IP അഡ്രസ്. ഇത് സ്കാനായി തീരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ഒന്നെങ്കിൽ എൻ്റർ അല്ലെങ്കിൽ സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ എത്ര % സ്കാൻ ആയെന്ന് കാണാൻ പറ്റും. നമ്മുടെ Nmap സ്കാൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു അരമണിക്കൂർ എടുത്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. കുറച്ചും കൂടി സ്പീഡായിട്ട് റണ്ണാവാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ മിനിമം റേറ്റ് എന്ന് പറഞ്ഞ ഫ്ലാഗ് സെറ്റ് ചെയ്ത് കൊടുക്കാം. മിനിമം റേറ്റ് 4000. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ 4000 തവണ ഡേറ്റ പാക്കറ്റ്സ് സെൻഡ് ചെയ്യും. Nmapൻ്റെ ഡീഫോൾട്ട് എന്ന് പറയുന്നത് അതിനേക്കാളും വളരെ സ്ലോ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മിനിമം റേറ്റ് 4000 സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ വളരെ ഫാസ്റ്റായിട്ട് സ്കാൻ റിസൾട്ട് കിട്ടും. ഓക്കെ, നമുക്ക് റിസൾട്ട് നോക്കാം. പോർട്ട് 22 ഓപ്പൺ ആണ്, 80 ഓപ്പൺ ആണ്. പിന്നെ വരുന്നത് 80895037. ഇത് രണ്ടും ഫിൽറ്റർ എന്നാണ് കാണിക്കുന്നത്. ദാറ്റ് മീൻസ് ഫയർവാൾ ആ പോർട്സിന് കണക്ഷനെ ബ്ലോക്ക് ചെയ്തേക്കുക. ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ നമുക്കറിയത്തില്ല. നമുക്ക് 80 എന്താണ് റണ്ണാവുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി IP അഡ്രസ്സ് കോപ്പി ചെയ്ത് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുക. നമുക്കിവിടെ ഒരു വെബ് പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതിലെ കണ്ടൻസ് എന്തൊക്കെയാണെന്ന് വായിച്ച് നോക്കാം. ലിസൺ മോഡ്, അതിനോട് ഹെൽപ്പ്. ഐ ഹാവ് ടേൺഡ് myself into pickle again and this now change back. I needed it to burp mortally. Log on to my computer and find the last 3 secret ingredients to finish my pickle preparation portion. Means I have already had the burp password was help mortally. നമുക്കിതിൻ്റെ സോഴ്സ് കോഡും കൂടെ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി Ctrl+U അടിക്കുക, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ഇൻസ്പെക്ട് കൊടുത്താലും മതി. Ctrl+U അടിക്കുക. ഓക്കെ, നമുക്കിവിടെ ഒരു യൂസർ നെയിം കാണാൻ പറ്റും. ജസ്റ്റ് അത് കോപ്പി ചെയ്ത് വെക്കാം. നമുക്ക് IP അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് GoBuster യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് വേറെ ഡയറക്ടറീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. IP അഡ്രസ്സ് കോപ്പി ചെയ്തു. അതിനുവേണ്ടി GoBuster എന്ന് പറഞ്ഞ ടൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. GoBuster then dir URL സ്പെസിഫൈ ചെയ്യുക, then റെയ്ഡ് ലിസ്റ്റ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. നമുക്ക്
വെയിറ്റ് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. വെയിറ്റ് ലിസ്റ്റ് DAR ബെസ്റ്റിൻ്റെ കോമൺ എന്ന് പറഞ്ഞ വെയിറ്റ് ലിസ്റ്റാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ഡൗൺലോഡ് ഓൾറെഡി എൻ്റെ ഡൗൺലോഡാണ് കോമൺ എന്ന് പറഞ്ഞ വെയിറ്റ് ലിസ്റ്റ്. സോ അത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. .common.txt then enter. ഇവിടെ അസറ്റ് എന്ന് പറഞ്ഞ ഡയറക്ടറി കിട്ടിയിട്ടുണ്ട്, അത് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിനകത്ത് കുറച്ച് ഇമേജസ് ഉണ്ട്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ബൂട്ട് സ്ട്രാപ്പിൻ്റെ ഫയൽസാണ് ഇതിലുണ്ട്, ജസ്റ്റ് ഇമേജസ് മാത്രമാണ്. robot.txt എന്ന് പറഞ്ഞ ഫയലുണ്ട്, അത് ചെക്ക് ചെയ്ത് നോക്കാം. robot.txt-ക്കകത്തൊരു വേർഡ് കാണാം. നമുക്കിത് പാസ്വേഡാന്ന് അസ്യൂം ചെയ്ത് നോക്കാം. സോ നമുക്ക് ആദ്യം ഒരു യൂസർ നെയിം കിട്ടിയായിരുന്നു നമ്മൾ വെബ് പേജ് ഇൻസ്പെക്ട് ചെയ്തപ്പോൾ. ഇപ്പോൾ കിട്ടിയത് പാസ്വേഡാന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഇവിടെ നമുക്കൊരു യൂസർ നെയിം കിട്ടിയായിരുന്നു. സോ നമ്മൾ ആദ്യം പോർട്ട് സ്കാൻ ചെയ്തപ്പോൾ SSH പോർട്ട് ഓപ്പൺ ആയിരുന്നു. നമുക്ക് SSH വഴി ലോഗിൻ ചെയ്യാൻ പറ്റുമെന്ന് ട്രൈ ചെയ്ത് നോക്കാം. വേണ്ടിയിട്ട് SSH എന്ന് പറയുന്ന കമാൻഡ് അടിക്കുക. IP അഡ്രസ്സ് അല്ല, സോറി, യൂസർ നെയിമാണ്. നമുക്ക് കിട്ടിയ യൂസർ നെയിം @IP അഡ്രസ്സ്. എൻ്റർ അടിക്കുക. ദെൻ പാസ്വേഡ് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. യെസ്, പെർമിഷൻ ഡിനൈഡ്. ഓക്കെ, ഇതിനകത്ത് SSH ലോഗിൻ അലൗഡ് അല്ല. നമ്മുടെ കയ്യിൽ ഓൾറെഡി യൂസർ നെയിം പാസ്വേഡ് ഉണ്ട്. സോ ഒരു ലോഗിൻ പേജ് അങ്ങനെ എന്തെങ്കിലും ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന വെയിറ്റ് ലിസ്റ്റ് വെച്ച് നമുക്ക് കിട്ടിയില്ല. നമുക്ക് കുറച്ചുകൂടെ വലിയ വെയിറ്റ് ലിസ്റ്റ് വെച്ച് സ്കാൻ ചെയ്ത് നോക്കാം. ഇതിനകത്തൊന്നുമില്ല. ഓക്കെ, കുറച്ചുകൂടെ വലിയ വേർഡ് ലിസ്റ്റ് നോക്കാം. TAB ലാർജ് വേർഡ് ലിസ്റ്റ്. big.txt എഴുതാം. ഡൗൺലോഡ്. ദെൻ നമ്മൾ ആദ്യം റൺ ചെയ്ത ഗോബസ്റ്ററിൻ്റെ കമാൻഡ് ഒന്നുകൂടെ റൺ ചെയ്യുക. വെയിറ്റ് ലിസ്റ്റ് മാത്രം ചെയ്താൽ മതി. ഓക്കെ, ഞാനിത് ക്യാൻസൽ ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഗുണമൊന്നുള്ളത് തോന്നുന്നില്ല. നമ്മളിപ്പോൾ ചെക്ക് ചെയ്തത് ഡയറക്ടറീസ് മാത്രമാണ്. നമുക്ക് ഫയൽസും കൂടെ ചെക്ക് ചെയ്ത് നോക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പഴയ വെയിറ്റ് ലിസ്റ്റ് തന്നെ യൂസ് ചെയ്ത് നോക്കാം. പക്ഷെ അതിനൊപ്പം എക്സ് എന്ന് പറഞ്ഞാൽ ഫയലിൻ്റെ എക്സ്റ്റൻഷൻസ് മെൻഷൻ ചെയ്യാനാണ് ഏതൊക്കെ ഫയലിൽ ചെക്ക് ചെയ്യണമെന്ന്. .php .html .conf പിന്നെ .txt ഇത്രയും ഫയൽസ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിവിടെ denial.php എന്ന് പറഞ്ഞൊരു ഫയൽ കിട്ടിയിട്ടുണ്ട്. അത് റീഡയറക്റ്റ് ചെയ്യുന്നത് login.php-ലേക്കാണ്. അപ്പോൾ നമുക്ക് login.php എടുത്ത് നോക്കാം. കോപ്പി /login.php. ഓക്കെ, ഇവിടെ ഒരു ലോഗിൻ പേജ് കാണാൻ പറ്റും. നമുക്ക് ആദ്യം കിട്ടിയ യൂസർ നെയിം പാസ്വേഡ് ട്രൈ ചെയ്ത് നോക്കാം.
ഓക്കെ, നമുക്കിവിടെ ഒരു കമാൻഡ് പാനലിലേക്ക് ലോഗിൻ ആയിട്ടുണ്ട്. നമുക്കിവിടെ കമാൻഡ്സ് ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കാം വർക്ക് ചെയ്യുമെന്ന്. ഫസ്റ്റ് LS അടിച്ച് നോക്കാം. ഓക്കെ, എനിക്കിവിടെ LS അടിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഫസ്റ്റ് ഫ്ലാഗിൻ്റെ ഫയൽ നമുക്ക് കാണാൻ പറ്റും. ക്യാറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ക്യാറ്റ് എക്സിക്യൂട്ട് കമാൻഡ് ഡിസേബിൾഡ് ടു മേക്ക് ഇറ്റ് ഹാർഡ് ഫോർ ദ ഫ്യൂച്ചർ പിക്ക് വെഹിക്കിൾ. ഇവിടെ LS കമാൻഡ് ഡിസേബിൾ ചെയ്ത് ക്യാറ്റ് കമാൻഡ് ഡിസേബിൾ ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്ക് ക്യാറ്റിൻ്റെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ടൂൾസ് വെച്ച് ചെയ്യേണ്ടി വരും. ടെയിലോ ഹെഡോ അങ്ങനെയുള്ളതൊക്കെ. ടെയിൽ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ടെയിൽ ഫയലിനെ ടെയിലും ഡിസേബിൾ ചെയ്തേക്കുക. മോറെന്ന് പറഞ്ഞ കമാൻഡ് ഉണ്ടെന്ന് തോന്നുന്നു. മോറ് അതും ഡിസേബിൾ ചെയ്തേക്കുവാണ്. ക്യാറ്റിൻ്റെ ആൾട്ടർനേറ്റീവ് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ഇസ് ദ ആൾട്ടർനേറ്റീവ് കമാൻഡ്സ് ഫോർ ക്യാറ്റ്. ലെസ് മോറ് ലെസ് ചെക്ക് ചെയ്ത് നോക്കാം. ലെസ് ഫയൽ നെയിം. ഇവിടെ എന്തോ കീവേഡ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അത് ഫ്ലാഗ് അല്ല. ഇത് ക്വസ്റ്റ്യൻ ആൻസർ ആണ്. വാട്ട് ഈസ് ദ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ദാറ്റ് റിക്സ് നീഡ്സ്? കറക്റ്റ് ആണോ ചെക്ക് ചെയ്ത് നോക്കാം. Another question, what is the second ingredient in Rick's potion? സെക്കൻഡ് ഇൻഗ്രീഡിയൻറ്റ് ചെക്ക് ചെയ്യാം. നമുക്കൊന്നവിടെ LS അടിച്ച് എല്ലാ ഫയൽസും നോക്കാം. ഇവിടെ clue.txt എന്ന് പറഞ്ഞൊരു ഫയലും കൂടെ ഉണ്ട്. സോ ലെസ് clue.txt execute look around the file system for the other ingredient. ഫയൽ സിസ്റ്റത്തിൽ തന്നെ അതർ ഇൻഗ്രീഡിയൻ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. LS ഒന്നോടെ അടിച്ച് നോക്കാം. ഫയൽസ് ഡിനേഡ് ക്ലൂ അസെറ്റ്. നമുക്ക് ഹോം ഡയറക്ടറി ചെക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഹോമിനകത്ത് റിക്ക് ഉണ്ട്. 2 യൂസേഴ്സാണ്. റിക്ക് LS ഹോം റിക്ക്. സെക്കൻഡ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞൊരു ഫയൽ നമുക്ക് കാണാൻ പറ്റും. ഇതിവിടെ നടുക്ക് സ്പേസ് വരുന്നത് കൊണ്ട് നമുക്ക് ഡയറക്റ്റ് ലെസ് ഫയലിലേക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഡബിൾ കോട്ട്സിനകത്ത് കൊടുക്കുന്നതായിരിക്കും. ഹോം റിക്ക് ഡബിൾ കോട്ട്സ് സിംഗിൾ കോട്ട്സ് മതിയാവുമായിരിക്കും. നോക്കാം. യെസ്, രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതിവിടെ പേസ്റ്റ് ചെയ്യുക, ചെക്ക് ചെയ്ത് നോക്കാം. കറക്റ്റാണ്. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി വാട്ട് ഈസ് ദ ഫൈനൽ ഇൻഗ്രീഡിയൻറ്റ്? അതിപ്പോൾ ക്ലോ ഒന്നും ഇല്ല. എന്നാലും ഉബണ്ടു എന്ന് പറഞ്ഞ യൂസർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. BUNTU സെക്യൂട്ട്. അതിലൊന്നുമില്ല. അത് മിക്കവാറും റൂട്ട് ഡയറക്ടറിയിലായിരിക്കും ഉണ്ടാവുക. ഒന്നെങ്കിൽ പ്രിവിലേജ് എസ്കലേഷൻ ചെയ്യേണ്ടി വരും. അതിൻ്റെ നമുക്ക് ജസ്റ്റ് പ്രിൻ്റ് ചെയ്ത് നോക്കാം റൂട്ട് ഡയറക്ടറി പറ്റുമോ. LS റൂട്ട് കിട്ടത്തില്ല. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് SUIDs ഉള്ള ഫയൽസ് കണ്ടുപിടിക്കണം. എന്താണ് SUID നമുക്ക് വേറെ വീഡിയോ നോക്കാം. ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ക്യാറ്റ് എന്ന് പറഞ്ഞ കമാൻഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് റണ്ണാവുന്നത് ഞാനേത് യൂസറായിട്ടാണോ ലോഗിൻ ചെയ്തേക്കുന്നത് ആ യൂസറായിട്ടാണ് ക്യാറ്റ് എന്ന് പറഞ്ഞ കമാൻഡ് റണ്ണാവുന്നത്. പക്ഷേ ക്യാറ്റ് എന്ന് പറഞ്ഞ കമാൻഡിന് SUID സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ക്യാറ്റ് എന്ന് പറഞ്ഞ കമാൻഡ് അടിച്ചാലും ഇത് റണ്ണാകാൻ പോകുന്നത് സൂപ്പർ യൂസറായിട്ടായിരിക്കും. സോ നമുക്ക് സൂപ്പർ യൂസേഴ്സിൻ്റെ പ്രിവിലേജ് കിട്ടും ഏതെങ്കിലും ഒരു കമാൻഡിന് SUID സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അങ്ങനെയുള്ള ഫയൽസ് കണ്ടുപിടിക്കാനാണ് ഈ കമാൻഡ്സ് യൂസ് ചെയ്യുന്നത്. ഫൈൻഡ് റൂട്ട് ഡയറക്ടറി ഇത് യൂസ് ചെയ്യാം. PERM 4000 എന്ന് പറഞ്ഞ SUIDs സെറ്റ് ചെയ്തിട്ട് ഫയൽസ് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കോപ്പി ചെയ്യുക,
റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിവിടെ കുറേ ഫയൽസ് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫയൽസ് എന്ന് പറയുന്നത് PKExecനകത്തൊരു വാർണബിലിറ്റി ഉണ്ട്, പക്ഷെ അത് നമുക്ക് പിന്നീട് എക്സ്പ്ലോയിറ്റ് ചെയ്ത് നോക്കാം. യൂസർ ബിൻ പാസ്വേഡ്. നമുക്കിവിടെ കുറേ അധികം ഫയൽസ് ഉണ്ട്, പക്ഷെ നമുക്ക് ഇതിനകത്ത് ഏത് ഫയൽ യൂസ് ചെയ്ത് പ്രിവിലേജ് എസ്കലേഷൻ ചെയ്യാൻ അറിയില്ലെങ്കിൽ ഫുൾ കോപ്പി ചെയ്യുക. GPT എടുക്കുക, GPTയോട് ചോദിക്കുക വിച്ച് ഫയൽ ക്യാൻ ഐ യൂസ് പ്രിവിലേജ് എസ്കലേഷൻ. GPT PKExec യൂസ് ചെയ്യാമെന്നാണ് അതിനകത്ത് വന്നവിളിട്ടുണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞില്ലായിരുന്നു. പക്ഷേ അതിനേക്കാളും ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സൂഡോ എന്ന് പറഞ്ഞതാണ്. സൂഡോ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് അറിയാൻ വേണ്ടിയിട്ട് GTFOBin എന്ന് പറഞ്ഞ സൈറ്റുണ്ട്. GTFOBinനകത്ത് സൂഡോ എടുക്കുക. ഈ GTFOBins എന്ന് പറയുന്നത് ബൈനറി ഉപയോഗിച്ച് എങ്ങനെ പ്രിവിലേജ് എസ്കലേഷൻ എടുക്കാമെന്നുള്ളതിൻ്റെ കോഡ്സ് എല്ലാം ഇതിനകത്തുണ്ടാവും. ജസ്റ്റ് സൂഡോ ബിൻ SS എന്ന് പറഞ്ഞ കമാൻഡ് റൺ ചെയ്താൽ മതി. പക്ഷേ നമുക്ക് അതിൻ്റെ കൂടെ LS എന്ന് പറഞ്ഞ കമാൻഡും കൂടെ ആഡ് ചെയ്യണം. സൂഡോ ബിൻ SH -C എന്നാ തോന്നുന്നു കമാൻഡ് റൺ ചെയ്യാനായിട്ട്. LS കറക്റ്റാണെന്ന് GPTയോടൊന്ന് ചോദിച്ചു നോക്കാം. കറക്റ്റാണെന്നാണ് പറയുന്നത്. കോപ്പി ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ അഡ്മിൻ സൂപ്പർവൈസർ റണ്ണായത്, പക്ഷെ നമ്മുടെ ഡയറക്ടറി തന്നെയാണ് LS അടിച്ചത്. അതിന് പകരം LS റൂട്ട് ഡയറക്ടറി കൊടുക്കുക. ഓക്കെ, നമുക്കിവിടെ തേർഡ് ഇൻഗ്രീഡിയൻ്റ് ഫയൽ കാണാൻ പറ്റും. ഇനി ജസ്റ്റ് LS എന്ന് പറഞ്ഞ കമാൻഡ് മാറ്റിയിട്ട് ലെസ് അല്ലേ നമ്മൾ യൂസ് ചെയ്തത്, ലെസ് റൂട്ട് / തേർഡ് ഫയൽ ഉള്ളൂ. നമ്മുടെ തേർഡ് ഇൻഗ്രീഡിയൻറ്റും കിട്ടി. കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്തു. അഴീത്തായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.